ഹരി ഓം. ശ്രീമന്നാരായണീയം. ദശകം 61. വിപ്രപത്നി അനുഗ്രഹം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. ഭഗവാന്റെ ബാലലീലകളിൽപ്പെട്ട ഒന്നാണ്. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതശ്ച വൃന്ദാവനതോതിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോകുലൈ ഹൃദന്തരേ ഭക്ത തരത് ദ്വിജാംഗന ഭക്തതര ദ്വിജാംഗന എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സ്ത്രീകൾ. കഥം അതാ ദ്വി തന്നെയാണ് കേട്ടോ. ഭക്തതര ദ്വിജാംഗന കദംബക അനുഗ്രഹണാഗ്രഹം വഹൻ. തതോ നിരീക്ഷ്യാശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോ ദീദിവിയാചനായ താൻ എന്നാണ് വാക്ക്. അതൊന്നും ഞാൻ നമ്മൾ വായിക്കുന്ന ഈണത്തിൽ വായിക്കാമേ. തതോ നിരീക്ഷ്യാശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാം പ്രതി വ്യസർജയോ ദീദിവിയാചനായ താൻ ഗതേഷു അഥോ തേഷു അഭിധായ തേഭിധാം കുമാരകേഷു ഓദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അഭിനിന്യുരശ്രുതിം ഒന്നിച്ച് ആപ്യഭിനിന്യുരശ്രുതിം ശ്രുതിയും നില്ല ശ്രുതിം എന്നേ ഉള്ളൂ. ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാഃ ഗതേഷ്വഥോ തേഷ്വഭിധായ തേഭിധാം കുമാരകേഷോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാം അനാദരാദ്ഖിന്നധിയോ ഹി ബാലകാ സമായയോർയുക്തമിദം ഹി യജ്വസോ ചിരാദഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാഃ സമായയോർയുക്തമിദം ഹി യജ്വസു ചിരാത് അഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാ സമായയോർയുക്തമിദം ഹി യജ്വസോ ചിരാദഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരജനം യയാചിരേ. നിവേദയധ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാഃ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരജനം യയാചിരേ. നിവേദയധ്വം ഗൃഹിണീ ജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാഃ തേ ദാരജനം യയാചിരേ. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാഃ. പിന്നെ ച വേണ്ട. ചതുർവിധം വെറും ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹാഃ സ്വകൈർ നിരുദ്ധാ അപി തൂർണമായയോ. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാ ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാ ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹാ
സ്വകൈർനിരുദ്ധ അപിതൂർണം ആയയോ വിലോലപിഞ്ചം ചികുരം കപോലയോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാ. അതൊന്നും പിരിക്കാനില്ല കേട്ടോ. വിലോല പിഞ്ചം ചികുരം കപോലയോ കുണ്ടലം ആർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദംസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തത. ഒന്നുകൂടെ. വിലോലപിഞ്ചം ചികുരേ കപോലയോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തവ. തദാ ചകാചേത് തദുപാഗമോദ്യത ഗൃഹീതഹസ്താദയിതേന യജ്വന തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. അത് ഒന്നുമില്ല തിരുത്താൻ, അതുപോലെ തന്നെ വായിച്ചാൽ മതി. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ആദായ ഭോജ്യാനി അനുഗൃഹ്യതാ പുനഃ. പിന്നെ സ വിട്ടിട്ട് ത്വതംഗ സംഘ സ്പൃഹയോജ്ജതീർ ഗൃഹം. ഉജ്ജതീർ ഗൃഹമാണ് യോജ്ജതീർ ഗൃഹമായത്. വിലോക്യ യജ്ഞായ വിസർജയന്നിമാഹ. അവിടെ വിസർഗ വിടുക. പിന്നെ നിശ്ചവട്ടി ചകർഥ ഭർത്തൂനപി താസു അഗർഹണാൻ. ആദായ ഭോജ്യാന്യനുഗൃഹ്യതാ പുനഃ ത്വതംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാഹ ചകർത്തു ഭർത്തൂനപി താസു അഗർഹണാൻ. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതസ്ത്വൈ ത്വമഭിഷ്ടുതോ ദ്വിജൈർ. പ്രബുദ്ധതത്വൈ കഴിഞ്ഞുള്ള സ എന്നുള്ള അക്ഷരം വിട്ടിക്കളഞ്ഞേക്കാം. അവിടെ ഒരു വിസർഗ വിട്ടാൽ മതി. പ്രബുദ്ധതത്വൈ ത്വമഭിഷ്ടുതോ ദ്വിജൈർ മരുത്പുരാധീശ നിരുന്ധി മേഘദാൻ. നിരൂപ്യ ദോഷം നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വൈ ത്വമഭിഷ്ടുതോ ദ്വിജൈർ മരുത്പുരാധീശ നിരുന്ധി മേഘദാൻ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.